കായംകുളം നഗരസഭയിൽ അഴിമതി ലക്ഷ്യമാക്കി തട്ടിപ്പ് കമ്പനിയുടെ മറവിൽ നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് UDF കൗൺസിലർമാർ നടത്തുന്ന റിലേ സമരം 9ാം ദിവസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ശുചിമുറി സംസ്കരണ വാഹനം നഗരസഭയിൽ എത്തിച്ചിരുന്നുവെന്നും പകൽ വാഹനം എത്തിച്ചാൽ പ്രതിപക്ഷാംഗങ്ങൾ തടയും എന്നതുകൊണ്ടാണ് വാഹനം രാത്രിയിൽ എത്തിച്ചതെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ അഴിമതി ലക്ഷ്യമാക്കി തട്ടിപ്പ് കമ്പനിയുടെ മറവിൽ നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF കൗൺസിലർമാർ നടത്തുന്ന റിലേ സമരം 9ാം ദിവസത്തിലേക്ക് കടന്നു. ആരോഗ്യ ധനകാര്യ സ്ഥിരം സമിതികളെ പോലും നോക്കുകുത്തിയാക്കി പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള വണ്ടിയാണ് ഞങ്ങളുടെ പുറയിൽ കാണുന്നത്. 27 ലക്ഷം രൂപ മുടക്കി കമ്മീഷൻ അടിച്ചുകൊണ്ട് ഈ ശുചീകരണ പ്ലാൻ ഇവിടെ വന്നിട്ട് ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കായംകുളത്ത് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വന്നുള്ള ഈ വണ്ടി 1,24 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് കൊടുത്ത് കായംകുളത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കായംകുളത്തെ നിവാസികളെ വഞ്ചിച്ചുകൊണ്ട് വന്ന ഈ വാഹനം ഇത് സാധാരണ ജനങ്ങൾക്ക് സാധാരണ റൂട്ടുകളിൽ പോയി മാലിന്യ ശുചീകരണം സംസ്കരണം നടത്താനുള്ള പറ്റാത്തൊരു വാഹനമായി ഞങ്ങളിത് കാണുന്നു. ഇതിൻ്റെ മറവിലാണ് കായംകുളം നഗരസഭയെ അറിയാതെയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെയും 27 ലക്ഷം രൂപ നമ്മുടെ ചെയർമാൻ കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ പറ്റിയിരിക്കുന്നത്. ഇത് വലിയ അഴിമതിയാണ്. കായംകുളം നഗരസഭയിലെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് 10 വർഷം കൊണ്ട് 5 മാസമേ ഉള്ളൂ കായംകുളം നഗരസഭയുടെ ഈ കാലാവധി തീരാനാണ്. 10 വർഷം കൊണ്ട് കായംകുളത്തിൻ്റെ വിവിധ മേഖലകളിൽ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ നേതൃത്വമാണ്. ഞങ്ങളറിയാതെയാണ് ഈ രാത്രി ഈ വാഹനം ഇവിടെ വന്നിരിക്കുന്നത്. മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഇതിൻ്റെ പിന്നിലൊരു വലിയ അഴിമതി ഈ പട്ടണത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഏകദേശം 1,29 ലക്ഷം രൂപ മുടക്കി ഈ കായംകുളം പട്ടണത്തിൽ ഇത് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നഗരസഭയിലെ കൗൺസിലർമാരറിഞ്ഞിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ മറ്റ് യാതൊരുവിധ സംവിധാനങ്ങളോ അറിഞ്ഞിട്ടില്ല. 2 മാസത്തിന് മുമ്പെയാണ് ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അനുമതി കൊടുത്തതിന് ശേഷമാണ് നഗരസഭ കൗൺസിലിൽ വരുന്നത്. അതിൻ്റെ ഇടയിൽ നിരവധിയായ കൗൺസിൽ യോഗങ്ങൾ നടന്നു. അതുപോലെ തന്നെ അടിയന്തര കൗൺസിലുകൾ നടന്നു. ഈ സമയത്തൊന്നും ഇത് സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും നഗരസഭയ്ക്ക് നൽകിയിട്ടില്ല. ഇതൊരു വലിയ അഴിമതിയാണ്. 2 വ്യാജ കമ്പനികളാണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കിവിടെ നോട്ടീസ് നൽകിയത്. ഇതിനകത്ത് ഈ 2 വ്യാജമാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയിൽ ഇതിനു മുമ്പ് നിരവധിയായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ വന്നിട്ട് പോലും അതൊന്നും എടുക്കാതെ വളരെ 6 മാസം കാലാവധിയുള്ള ഈ നഗരസഭ ഈ 6 മാസം കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് 5 വർഷത്തേക്കുള്ള മുൻകൂർ അനുമതി കൊടുത്തിരിക്കുന്നു. അതിലൂടെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഇതിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 27 ലക്ഷം രൂപ മുടക്കി ഈ വാഹനം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വാഹനം ആരാണോ ഇവിടെ കാശ് മുടക്കി വരുത്തിയത് അവർ തന്നെ കാശടച്ച് ഈ കായംകുളം നഗരസഭയിൽ ഒരു കാരണവശാലും ഈ പദ്ധതി UDF അനുവദിക്കില്ല. ഇതൊരു കൊള്ളയുടെ ഏറ്റവും വലിയൊരു ആമുഖമാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ UDF ശക്തമായ സമരപരിപാടി തുടർന്ന് തന്നെ പോകും. നഗരത്തിൽ മൊബൈൽ സംസ്കരണ പദ്ധതി സ്ഥാപിക്കുന്നതിനായി 1.73 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിലെ നടപടികളാണ് ഭരണകക്ഷി അംഗങ്ങളിൽ തന്നെ സംശയം ഉയർത്തിയിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ബംഗളൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂർ നൽകിയത് നഗരത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ മൊബൈൽ ശുചിമുറി സംസ്കരണ വാഹനം നഗരസഭയിൽ എത്തിച്ചിരുന്നു. പകൽ വാഹനം എത്തിച്ചാൽ പ്രതിപക്ഷാംഗങ്ങൾ തടയും എന്നതുകൊണ്ട് മാത്രമാണ് വാഹനം രാത്രിയിൽ എത്തിച്ചതെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. ശുചിമുറി സംസ്കരണ വാഹനത്തിന് സമീപമാണ് റിലേ സമരം നടക്കുന്നത്. സമരത്തിന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കൗൺസിലർമാരായ K പുഷ്പദാസ്, AP ഷാജഹാൻ, R സുമിത്രൻ, ഷീജ റഷീദ്, ഷൈനി ഷിബു എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.